പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാവിലെ സമയം ഇത്രത്തോളം പേർക്ക് കൂടി വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ മധ്യസ്ഥ നടപ്പാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. കർത്താവിന്റെ വൻകൃപകളെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ സമയം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വന്യ പരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ആയിരിക്കുന്നിടങ്ങളിൽ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നു. വീഡിയോ ഓണാക്കി കർത്താവിന്റെ വചനം കേൾക്കാൻ കഴിയുന്നവർ നിശ്ചയമായും അങ്ങനെ ചെയ്യുക. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 9-ാം വാക്യം. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം, ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാക്യവും 1000 പ്രസംഗങ്ങൾ നമ്മൾ ഈ ഭാഗത്തുനിന്ന് കേട്ടിട്ടുണ്ട്. ഏലിയാവും എലീശയും ഇല്ലാതെ വിശ്വാസികൾ തിരുവെഴുത്തുകൾ എങ്ങനെ ധ്യാനിക്കും? കാരണം അതുപോലെ നാം കേട്ടിട്ടുള്ള പ്രസംഗങ്ങളുടെ എണ്ണം ധാരാളമായിരിക്കും. ഏലിയാവ്, എലീശ. എന്നാൽ ഏലിയാവ് എന്ന അതികായകനായ പ്രവാചകന്റെ വിടവാങ്ങലിന് ശേഷം ഏലിയാവിന് പുറകിൽ ഏലിയാവിന്റെ ഇരട്ടി പങ്കുമായി വന്ന അനുഗ്രഹിതനായ പ്രവാചകനാണ് എലീശ. അദ്ദേഹം ചരിത്രത്തിലേക്ക് ആഗമനം ചെയ്യുന്നത് ഇരട്ടി ശക്തിയോടുകൂടെയാണ്. കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഇരട്ടി അഭിഷേകം, ഇരട്ടി ശക്തി എന്നൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിക്കണമെങ്കിൽ നാം കടന്നു പോകേണ്ട ചില മേഖലകളുണ്ട്. ഇന്ന് പകൽ രാവിലെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന വിഷയം അതാണ്. ഇവിടെ യജമാനൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? കിട്ടിയ അവസരം സമയം തക്കത്തിന് ഉപയോഗിച്ച് പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. എങ്കിലും ഏലിയാവ് പറഞ്ഞു, അത് നീ ചോദിച്ചത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുന്നെങ്കിൽ നിനക്ക് അങ്ങനെ സംഭവിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഏലിയാവ് ഇതിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. എലീശ ആത്മാവിന്റെ ഇരട്ടി ശക്തിയിലേക്ക്, ഇരട്ടി പങ്കിലേക്ക് ആനയിക്കപ്പെടുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്നുള്ളത് എലീശയുടെ വെറും വാക്കല്ല, ഒരു ദർശനമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വരെ വരുന്നതിന് മുമ്പ് ഏലിയാവിന്റെ ബൈബിൾ സ്കൂളിൽ, ഏലിയാവിന് 2-3 ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 50ഓളം ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇവരിൽ ഒരാൾ പോലും ഏലിയാവിന്റെ പിന്നാലെ ഏലിയാവിന് അധിക സമയം ഇല്ല, എടുക്കപ്പെടുമെന്ന് കരുതി ആരും പുറകെ പോയില്ല. ജൂനിയറായിട്ട് ഇന്നലെ വന്ന എലീശയാണ് ഏലിയാവിന്റെ പിന്നാലെ പോകുന്നത്. കുഞ്ഞെ, ഇരട്ടി പങ്ക് കിട്ടണമെങ്കിൽ
വിടാതെ പിന്തുടരണം. ഇവിടെ ഏലീശ പിന്തുടർന്നത് ഏലിയാവിനെയാണെങ്കിൽ നാം പിന്തുടരേണ്ടത് സ്വർഗത്തെയാണ്. വിടാതെ പിന്തുടരണം. ഏലീശ ഏലിയാവിന്റെ പിന്നാലെ പോവുകയാ. ഏലിയാവ് പല തടസ്സങ്ങളൊക്കെ പറഞ്ഞിട്ടും ഏലീശ പിന്നാലെ വരികയാണ്. ഫൈനലി ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഏലീശ ആത്മാവിന്റെ ഇരട്ടി പങ്കിലേക്ക് പോയി. ആത്മാവിന്റെ ഇരട്ടി പങ്കിലേക്ക് പോകുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ ദൈവം അവിടെ ചെയ്യുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. 2-ാം അധ്യായത്തിലേക്ക് അതിന്റെ 1-ാം വാക്യം ശ്രദ്ധിക്കാം. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കുക. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ഏലീശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ എടുക്കപ്പെടുന്ന ആ ശുശ്രൂഷയിലേക്ക് ഇവർ പുറപ്പെടുന്നത് ഗിൽഗാലിൽ നിന്നാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധേയമായി രേഖപ്പെടുത്തണം. ദൈവം ഈ സ്ഥലങ്ങളിലൂടെ തന്നെ കൊണ്ടുപോകുന്നത് ചില ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടിയാണ്. അത് ഏലിയാവിനേക്കാൾ പ്രാധാന്യമുള്ളത് ഏലീശയുമായി ബന്ധപ്പെട്ട, കാരണം ഇനി അടുത്ത ജനറേഷൻ ഏലീശയാണ്. ആത്മാവിന്റെ ഇരട്ടി പങ്ക് വാങ്ങിക്കാൻ പോകുന്നത് ഏലീശയാണ്. അപ്പോൾ ആ ഇരട്ടി പങ്ക് നിനക്ക് ലഭിക്കണമെങ്കിൽ നീ ചെയ്യേണ്ട, ഓർക്കേണ്ട കാര്യങ്ങൾ ദൈവം ഈ സ്ഥലങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് രാവിലെ ഒരു ശുശ്രൂഷ പ്രാപിപ്പാൻ ഒരു ഇരട്ടി പങ്കിന് വേണ്ടി കാത്തിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവാത്മാവ് നിന്നെ ഈ സ്ഥലങ്ങളിലൂടെ നടത്താനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഈ സ്ഥലങ്ങൾ നിന്നോട് വിളിച്ചു പറയുന്ന ചില സന്ദേശങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. 1-ാമത്തെ സ്ഥലം, അവർ പുറപ്പെട്ടു തുടങ്ങിയ 1-ാമത്തെ സ്ഥലം ഗിൽഗാലിന്റെ സ്ഥലമാണ്. സ്തോത്രം. ഗിൽഗാൽ നമുക്ക് നൽകുന്ന 1-ാമത്തെ സന്ദേശം, അത് പരിച്ഛേദന ഇസ്രായേൽ മക്കൾ നടത്തിയ സ്ഥലമാണ്. പരിച്ഛേദന നടത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിന്റെ അനുഭവം ഇസ്രായേൽ മക്കൾക്കുണ്ടായ സ്ഥലമാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ തലമുറകളെ തീക്കല്ലുകൾ കൊണ്ട് കത്തിയുണ്ടാക്കി പരിച്ഛേദന ചെയ്ത് മരണഭീതിയിൽ നിന്ന് വിടുവിച്ചെടുത്ത് വാഗ്ദത്ത നന്മകൾ അനുഭവിക്കാൻ വേർതിരിച്ച സ്ഥലമാണ് ഗിൽഗാൽ. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം അത് വ്യക്തമാക്കുന്നു. സ്തോത്രം. യോശുവയുടെ പുസ്തകം 5:3. യോശുവ തീക്കല്ല് കൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ അഗ്രചർമ്മ ഗിരിയെങ്കിൽ വെച്ച് പരിച്ഛേദന ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇത് ഗിൽഗാലിൽ വെച്ചാണെന്ന് സംഭവിച്ചത്. അപ്പോൾ മാനസാന്തരത്തിന്റെ ഒരനുഭവം ശേഷമാണ് യോശുവ 5:9 മിസ്രൈമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് ദൈവം ഒരു പ്രഖ്യാപനം നടത്തി. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന പേർ കാണുന്നത്. ഇവിടെ ഗിൽഗാലിൽ എന്താണ് സംഭവിച്ചത്? ഗിൽഗാലിൽ അതിന് മറ്റൊരു പേരൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഗ്രചർമ്മഗിരി എന്നാണ് 3-ാം വാക്യം പറയുന്നത്. യോശുവ 5:3 അഗ്രചർമ്മഗിരി. ഈ അഗ്രചർമ്മഗിരി പുതിയ നിയമത്തിൽ ഗോൽഖോഥയെ കാണിക്കുന്നുവെന്നാണ് ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത്. അപ്പോൾ സ്വർഗീയ തീക്കൽ പാറയായ യേശുക്രിസ്തുവിൽ നിന്ന് ഇവർ തീ കത്തിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത് തീക്കല്ല് കൊണ്ട് കത്തി ഉണ്ടാക്കിയാണ് യോശുവ ഇസ്രായേൽ മക്കളെ അഗ്രചർമ്മം ചെയ്ത് പരിച്ഛേദന ചെയ്തു. അങ്ങനെയെങ്കിൽ സ്വർഗീയ തീക്കൽ പാറയായ യേശുക്രിസ്തുവിനെ നമ്മുടെ ചെവിക്കും
നമ്മുടെ ഹൃദയത്തിനും പരിച്ഛേദന നൽകി, മാനസാന്തരം നൽകി, മടക്കി നമ്മെ പിടിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം തകർത്ത ആ സ്ഥാനമാണ് ഗോൽഗോഥ എന്ന് പറയുന്നത്. ആ തീക്കൽ പാറയിൽ കൂടെയാണ് നമ്മെ പാപജീവിതത്തിൽ നിന്ന് ദൈവം വിശുദ്ധീകരിച്ചെടുത്തത്. നമ്മെ സ്വർഗീയ നിയമത്തിനും വാഗ്ദത്തത്തിന്റെ സന്താനങ്ങളുമാക്കി തീർത്തത് ആ തീക്കൽ പാറയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ഗിൽഗാൽ എന്ന് പറയുന്നത് പരിച്ഛേദനയുടെ സ്ഥലമാണ്, മാനസാന്തരത്തിന്റെ സ്ഥലമാണ്, ദൈവം നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലമാണ്. 3 സ്ഥലങ്ങളിലാണ് ഏലിയാവ് എലീശയോട് പറഞ്ഞത്, നീ ഇവിടെ തന്നെ താമസിച്ചു കൊള്ളുക, ഞാൻ പോയിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞത്. അതിലൊന്ന് ഗിൽഗാൽ, 2 ബഥേൽ, 3 യെരിഹോവ്. സ്തോത്രം. ഇത് 3ഉം വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ആത്മാവിന്റെ ഇരട്ടി പങ്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഗിൽഗാലിലൂടെ കടന്നു പോകണം. മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ, പരിച്ഛേദനയിലൂടെ കടന്നു പോകണം. അല്ലാത്ത ആളുകൾക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക് നേടാൻ കഴിയില്ല. ഇന്ന് പല ആളുകളും കുറച്ച് ക്യാമ്പുകൾ വെച്ച്, കുറച്ച് വർഷിപ്പുകൾ നടത്തി, കുറച്ച് ഉണർവുകളൊക്കെ നടത്തി ആത്മാവിന്റെ ഇരട്ടി പങ്ക് ലഭിക്കുമെന്നുള്ള ധാരണയിലൂടെയാണ് പോകുന്നത്. എന്നാൽ ആത്മാവിന്റെ ഇരട്ടി പങ്കിലേക്ക് ചുവട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം പോകേണ്ട സ്റ്റെപ്പ്, ആ സ്റ്റെപ്പ് മാനസാന്തരത്തിന്റെ അനുഭവമാണ്, സ്വയപരിശോധനയുടെ അനുഭവമാണ്, പരിച്ഛേദനയുടെ അനുഭവമാണ്. ഇതിലൂടെ മാത്രമേ നമുക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്കിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. സ്തോത്രം. രണ്ടാമത് നാം കാണുന്നത് ബഥേലിലാണ്. സ്തോത്രം. 2-ാം വാക്യം നോക്കി. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലീശ അവനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ബഥേലിലേക്ക് പോയി. ആദ്യം ഗിൽഗാലിൽ നിന്ന് പുറപ്പെടുന്ന, അപ്പോൾ ഇവിടെ താമസിക്കുക, ഞാൻ ബഥേലിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഏലിയാവിനെ വിടാതെ പിന്തുടരുന്ന എലീശയെ കാണും. ബഥേൽ എലീശയ്ക്ക് ദൈവം കൊടുക്കുന്ന 2-ാമത്തെ സന്ദേശമാണ് ബഥേൽ. സ്തോത്രം. ബഥേൽ എന്ന് പറഞ്ഞാൽ അത് അശുദ്ധി മാറ്റി വിശുദ്ധിയിലേക്ക് ജനം പ്രവേശിച്ച സ്ഥലമാണ് ബഥേൽ. അത് പുതിയ നിയമ സഭയ്ക്ക് പ്രദാനം ചെയ്യുന്ന സ്ഥലമാണ് ബഥേൽ. നമുക്ക് ആ വിഷയം അറിയാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ ബഥേൽ കാണാൻ കഴിയുന്നു. എന്താണ് അവിടെ കാണുന്നത്? യാക്കോബ് ബഥേലിലേക്ക് ചെന്ന സംഭവമാണ് കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ. ബഥേലിൽ വെച്ച് എന്താണ് ചെയ്യേണ്ടത്? എന്താണ് അവർ ചെയ്തത്? ഒന്നാമത് അവർ ചെയ്തത് അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞു. ആ 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി 35:2 എഴുതി. ബഥേൽ എന്ന് പറയുന്നത് നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളയേണ്ട സ്ഥലമാണ്. ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ നീക്കേണ്ട ചിലതിനെയൊക്കെ നീക്കാൻ അനിവാര്യമാണ്. അത് ഇന്നതെന്നില്ല. ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് നമ്മിൽ വെളിപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ എക്സെട്ര നീക്കാനുള്ളത് കൊണ്ടാണ് ഈ ദൂത് താങ്കൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഈ ദൂത് കേൾക്കത്തില്ല. നീക്കിക്കളയേണ്ടത് നീക്കിക്കളയാതെ ഉപവസിച്ചിട്ട് കാര്യമില്ല. നീക്കിക്കളയേണ്ടത് നീക്കിക്കളയാതെ ആത്മാവിന്റെ പങ്കിന്, ഇരട്ടി പങ്കിന് വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല. നീക്കിക്കളയുക, പിന്നാലെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിങ്ങളുടെ മേൽ വരും എന്നുള്ളത് സംശയമില്ല. സ്തോത്രം.
പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ ആലയമായ ബഥേലിൽ സഭയിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായി നിൽക്കുന്ന എന്ത് കാര്യമാകട്ടെ അതെല്ലാം അന്യദേവന്മാരാണ്. അതിന് രക്തബന്ധങ്ങളാണേലും ചാർച്ചക്കാരാണേലും സഹോദരങ്ങളാണേലും ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാം അന്യദേവന്മാരാണ്. സ്തോത്രം. കർത്താവ് പറയുന്നു, നീക്കിക്കളയുക. ബഥേലിൽ കയറണമെങ്കിൽ നീക്കേണ്ടതിനെ നീക്കിക്കളയണം. ഏലിശായ്ക്കുള്ള സന്ദേശം മാത്രമല്ല ദൈവം ഏലിയാവിലൂടെ ഏലിശായി ഈ സ്ഥലങ്ങളിലൂടെ കൊണ്ടുവന്നത്, മാനസാന്തരപ്പെടണം ആദ്യം, 2 നീക്കേണ്ടതിനെ നീക്കിക്കളയണം. അതാണ് ബഥേൽ. 2 നീക്കേണ്ടതിനെ നീക്കിക്കളയുമ്പോൾ ആ നീക്കിക്കളയുന്ന ആൾ വിശുദ്ധിയിലേക്ക് വരികയാണ്. ബഥേൽ വിശുദ്ധിയെ കാണിക്കുന്ന സ്ഥലമാണ്. അവിടെ 35-ന്റെ 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. ഉണ്ടോ? നിങ്ങളെ ശുദ്ധീകരിക്കുക, അതാണ് വിശുദ്ധി. നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളഞ്ഞാൽ മാത്രം പോരാ, നിങ്ങളെ ശുദ്ധീകരിക്കണം. അല്ല, നിങ്ങൾ നീക്കിക്കളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയല്ല. നീക്കേണ്ടതിനെ നീക്കിയിട്ട് നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം. അത് വിശുദ്ധി. 3, വസ്ത്രം വിശുദ്ധമായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് വസ്ത്രം മാറണം. മുഷിഞ്ഞിരിക്കുന്ന വസ്ത്രം, അന്യദൈവങ്ങളെ സേവിക്കുന്ന സമയത്ത് നിങ്ങൾ ധരിച്ച വസ്ത്രം, നിങ്ങൾ നീക്കേണ്ടതിനെ നീക്കിക്കഴിയുമ്പോൾ, നിങ്ങൾ വിശുദ്ധി പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വസ്ത്രത്തെ നിങ്ങൾ നീക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വസ്ത്രം വിശുദ്ധമായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ വസ്ത്രത്തെ നീക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ജീവിതത്തിന്റെ വസ്ത്രം പുതുപുത്തനായിരിക്കണം. ക്രിസ്തീയ ജീവിതം പഴമയുടെ ജീവിതമല്ല, ക്രിസ്തീയ ജീവിതം പുതിയ സൃഷ്ടിയുടെ ജീവിതമാണ്. സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദൈവാത്മാവ് ഒരു പുതിയ വസ്ത്രം, ഒരു പുതിയ ജീവിതം നിങ്ങൾ ധരിക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ബഥേൽ പഠിപ്പിക്കുന്ന 4-ാമത്തെ കാര്യം 35-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരാം. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചു. അവർക്ക് അന്യദേവന്മാരെ നീക്കി, വിശുദ്ധി പാലിച്ചു, വസ്ത്രം വിശുദ്ധമായി. 4, ആഭരണം നീക്കിക്കളയാൻ ദൈവം ഇടപെടുകയാണ്. സ്തോത്രം. ആഭരണത്തെ യാക്കോബ് കൂടെയുള്ളവരും നീക്കിക്കളയുകയാണ്. ബഥേലിൽ ആരാധിക്കുന്നവർ ആഭരണം ചാർത്തി ആരാധിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അവർ ആഭരണങ്ങൾ വെടിഞ്ഞിരിക്കണം. യാക്കോബ് തന്റെ കുടുംബത്തോടുകൂടെ ആഭരണങ്ങൾ നീക്കിയിട്ടാണ് ബഥേലിലേക്ക് എത്തിയത്. ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തിന്റെ ശബ്ദപ്രകാരം, ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ മനസ്സുവെച്ചാൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ ദോഷം ചെയ്യുന്ന ഏത് മുതിർന്ന ശക്തികളാണെങ്കിലും ആ ശക്തികൾ മുഴുവൻ തകർന്നു പോകുമെന്നുള്ളൊരു തർക്കമില്ല. ഇവിടെ ദൈവത്തെ ആരാധിപ്പാൻ വരുന്ന യാക്കോബും കുടുംബവും ആഭരണത്തെ നീക്കി കരുവേലകത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിടുക. ജീവിതത്തിൽ നീക്കേണ്ട പല ആഭരണങ്ങളും നാം സ്വയം അണിഞ്ഞു നടക്കുകയാണ്. അത് സ്വഭാവമായിട്ടും ആറ്റിറ്റ്യൂഡായിട്ടും അല്ലാതെയൊക്കെ പല രീതികളിൽ അണിഞ്ഞു നടക്കുകയാണ്. ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, അത് നീക്കിക്കളയാതെ എന്നെ ആരാധിക്കാൻ കഴിയില്ല. സ്തോത്രം. നോക്കുക, അപ്പോൾ ബഥേലിലൂടെ പോകുന്ന ഏലിശായ്ക്ക് ബഥേൽ നൽകുന്ന പാഠം, ഗിൽഗാലിൽ മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ, ബഥേലിൽ എന്ത് ചെയ്യണം? നീക്കേണ്ടതിനെ നീക്കണം, വിശുദ്ധി പാലിക്കണം, വസ്ത്രം പുതുതായിരിക്കണം, നീ അണിഞ്ഞിരിക്കുന്നതിലെ ആഭരണങ്ങൾ
നീക്കിക്കളയണം. ഇത് ചെയ്താൽ മാത്രമേ എലീശായെ നിനക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ആകയാൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നിങ്ങൾ ആത്മാവിന്റെ ഇരട്ടി പങ്കിന് വേണ്ടി കൊതിക്കുന്നവരാണോ? ഉപവാസപ്രാർത്ഥന തകൃതിയായിട്ട് വെച്ചിട്ടോ ഉണർവ് യോഗം വെച്ചിട്ടോ കാര്യമില്ല. പകരം ഈ സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയാൽ നിങ്ങൾക്ക് എലീശയെ പോലെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിക്കാം. നിങ്ങൾ ഗിൽഗാൽ എന്ന ആ പരിച്ഛേദനയിലൂടെ, മാനസാന്തരത്തിലൂടെ, ബഥേൽ എന്ന ആ അന്യദേവന്മാരെ നീക്കി വിശുദ്ധി അണിഞ്ഞ് വസ്ത്രം മാറി നീക്കണ്ട ചെയ്ത അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ, സ്വഭാവങ്ങളിലും ചിന്തകളിലും ശരീരങ്ങളിലുമൊക്കെ അണിഞ്ഞിരിക്കുന്ന പലതിനെയും നീക്കിക്കളഞ്ഞ് മുൻപോട്ട് പോയാൽ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ആരുടെ കുത്തകയല്ല, അത് നമ്മിൽ വന്ന് ചേരുക തന്നെ ചെയ്യും എന്നുള്ളതിൽ തർക്കമില്ല. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ സ്ഥലം യെരിഹോ എന്ന സ്ഥലമാണ്. നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മൂന്നാമത്തെ സ്ഥലത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. നോക്കുക, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ വാക്യം നോക്കുക. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 4-ാം വാക്യം നോക്കാം. മൂന്നാമത്തെ സ്ഥലം 2 രാജാക്കന്മാർ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഏലിയാവ് അവനോട്, എലീശയെ, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു. മൂന്നാമത്തെ പ്രവർത്തന സ്ഥലമാണ് യെരിഹോ. യെരിഹോവിലൂടെ ദൈവം എലീശയെ കൊണ്ടുപോയത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? നാവിന് കടിഞ്ഞാണിടണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. നാവിന് കടിഞ്ഞാണിടണം. ഒരു ആത്മാവിന്റെ ഇരട്ടി പങ്ക് ആഗ്രഹിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചേർന്ന വസ്തുതയല്ല ദുർഭാഷണം. അമിതമായുള്ള സംസാരം. അവർ നാവിന് കടിഞ്ഞാണിടണം. ആത്മിക പക്വത എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം ആത്മിക പക്വതയുള്ളവന്റെ ലക്ഷണം പറയുമ്പോൾ അവിടെ പറയുന്നത് ആത്മിക പക്വതയുള്ളവൻ നാവിന്മേൽ നിയന്ത്രണമുള്ളവനായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ യോശുവ ജനത്തോട് പറയുകയാണ്, ആർപ്പിടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെടരുത് എന്ന് പറഞ്ഞാൽ നാവിന് കടിഞ്ഞാണിട്ടുകൊണ്ട് വേണം 6 ദിവസം നിങ്ങൾ യെരിഹോ പട്ടണത്തെ ചുറ്റാൻ. നോക്കി, അയ്യോ, എത്ര ആളുകളുടെ കൃപ നഷ്ടപ്പെടുന്നത് നാവിലൂടെയാണെന്നറിയോ? പ്രാർത്ഥിച്ചു പ്രാപിക്കുന്ന മുഴുവൻ കൃപയും സംസാരിച്ച് കളയുകയാണ്. വല്ലവരുടെ കുറ്റം പറഞ്ഞു, മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു, മറ്റുള്ളവരെ വിമർശിച്ചുമൊക്കെ. ദൈവം പറയാ, എലീശയെ, നീ ആത്മാവിന്റെ ഇരട്ടി പങ്കിലേക്ക് പോകുന്നു. പക്ഷെ ആ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിന്നിൽ നിലനിൽക്കണമെങ്കിൽ നാവിന് കടിഞ്ഞാനുണ്ടാകണം. നിന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്നത് ഭൂരിഭാഗവും നിന്റെ നാവിലൂടെയാണ്. നാവ് ഒരു ചെറിയ അവയവമാണ്. പുള്ളി അസ്ഥിയില്ലാത്ത മനുഷ്യന്റെ ശരീരത്തിലെ ഏക അവയവമാണ്. പുള്ളി വല്ലപ്പോഴേ വെളിയിലോട്ട് വരത്തുള്ളൂ. പക്ഷെ വന്നാൽ ഒരു കാട് കത്തിക്കും. ഇന്ന് രാവിലെ ആരോടോ കർത്താവ് പറയുന്നു, ദുഷ്ടൻ മുമ്പിലിരിക്കുമ്പോൾ നാവിനെ കടിഞ്ഞാണിടണമെന്ന് ബൈബിളിൽ തിരുവെഴുത്തുണ്ട് എന്ന് മാത്രമല്ല, ദുഷ്ടൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിൽക്കണോ? കൂടെ കൂടി 21-40 ഇരുന്ന് ഇങ്ങനെ പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിന്നെ നിൽക്കണോ? നാവിനെ കടിഞ്ഞാണിട്. ഇന്ന് രാവിലെ ആ സന്ദേശം പ്രകോപിപ്പിക്കുന്ന പലതും കേട്ടാൽ പോലും നാവിനെ കടിഞ്ഞാണിട്ട് മുന്നോട്ട് പോകാൻ യെരിഹോവ് എലീശായ്ക്ക് നൽകുന്ന ഗുണപാഠമാണ്. സ്തോത്രം. അത് എലീശയ്ക്ക് മാത്രമല്ല, നമുക്കും ഒരു ഗുണപാഠമാണ്. യെരിഹോവ് നൽകുന്ന 2-ാമത്തെ സന്ദേശം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരാം.
അവർ ആട്ടിൻകൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം. അടുത്ത പദം ശ്രദ്ധിക്കണം. അപ്പോൾ പട്ടണം അതിൽ വീഴും, ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം. ആ പദം ശ്രദ്ധിച്ച, ജനം ഓരോരുത്തൻ എങ്ങനെ കയറണം? നേരെ കയറുകയും വേണം. കണ്ടോ? അപ്പോൾ എലീശായ്ക്ക് ദൈവം നൽകുന്ന രണ്ടാമത്തെ പാഠം, ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിനക്ക് വേണോ? ഓരോരുത്തൻ നേരെ കയറുന്നവനായിരിക്കണം, നേരെ മുൻപോട്ട് കയറുന്നവനായിരിക്കണം. ശത്രു പടുത്തുയർത്തിയിരിക്കുന്ന വൻ കോട്ടകൾ ദൈവാത്മാവിന്റെ ശക്തിയാൽ ദൈവജനത്തിന് വേണ്ടി സ്വർഗം ഇറങ്ങി വന്ന് തകർക്കുമ്പോൾ ആത്മീക ജീവിതത്തിൽ ജയം പ്രാപിച്ച ദൈവമക്കൾ വളഞ്ഞ വഴി സ്വീകരിക്കാൻ പാടില്ല. വളഞ്ഞ വഴി തിരഞ്ഞെടുക്കുവാൻ ആർക്കും ദൈവം അവകാശം കൊടുത്തിട്ടില്ല. കർത്താവ് പറയുന്നു, നേരെ മുൻപോട്ട് കയറുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ ചൊവ്വയുള്ള വഴിയിൽ, സത്യത്തിന്റെ പാതയിൽ, നീതിയുള്ള വഴിയിൽ സഞ്ചരിച്ച് ദൈവപ്രവർത്തിയുടെ നന്മകൾ ഏറ്റെടുക്കുന്നവരായിരിക്കണം. കുഞ്ഞെ, ഇന്ന് രാവിലെ കർത്താവിനോട് പറയുന്നു, നേരെ കയറുന്നവരായിരിക്കും. ആരോടോ കർത്താവ് പറയുന്നു? നിന്റെ ഒരു ജോലി ലഭിക്കാനാകട്ടെ, ഒരു അഡ്മിഷൻ ലഭിക്കാനാകട്ടെ, ഒരു നന്മ ലഭിക്കാനാകട്ടെ, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നീ ചൊവ്വല്ലാത്ത, നേരെയല്ലാത്ത ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയ ഒരു വഴി തിരഞ്ഞെടുക്കുന്നോ? ദൈവാത്മാവ് പറയുന്നു, ആത്മാവിന്റെ ഇരട്ടി പങ്കിലേക്ക് കയറാൻ കഴിയില്ല, നേരെ കയറുന്നവരായിരിക്കണം. നമ്മളോ 2 മാസത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എവിടെന്നെങ്കിലും ഒപ്പിച്ചാൽ എന്താ? ആത്മാവിന്റെ ഇരട്ടി പങ്കിന് അത് തടസ്സമാണ്. നേരെ കയറുന്നവരായിരിക്കണം. നേരെ കയറുന്നത് ആയിട്ട് സത്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നഷ്ടമാകുന്ന നന്മകൾ നഷ്ടമാകട്ടെ, പക്ഷെ തീരുമാനമെടുത്തു, എനിക്ക് വലുത് 2-3 മാസത്തെ കോംപ്രമൈസ് ഉള്ള വളഞ്ഞ വഴിയല്ല, പകരം എനിക്ക് വലുത് ആത്മാവിന്റെ ഇരട്ടി പങ്കാണ്, അതിന് ഞാൻ നേരെ തന്നെ പോകുമെന്ന് ഒരു തീരുമാനമെടുക്കാൻ ദൈവാത്മാവ് ഇന്ന് രാവിലെ സമയം ഓർപ്പിക്കുന്നു. കൂടാതെ യെരിഹോം എലീശയ്ക്ക് നൽകുന്ന മൂന്നാമത്തെ പാഠം, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വ്യക്തമാക്കുന്നു. എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാർപ്പിത വസ്തുവൊന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ ശപഥാർപ്പിത വസ്തുവിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. അപ്പോൾ എലീശായ്ക്ക് ഇതിനകത്തുനിന്ന് ഒരു വലിയ പാഠമുണ്ട്. എന്താണ് ആ പാഠം? ശപഥാർപ്പിത വസ്തുവിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നവനെ ആത്മാവിന് ഇരട്ടി പങ്ക് പ്രാപിപ്പാൻ കഴിയും. പ്രിയരെ, ആത്മീക ജീവിതത്തിന്റെ മറപറ്റി വ്യവസ്ഥകൾക്ക് വിപരീതമായി അവിഹിതമായ ഭൗതിക നന്മയുടെ നേട്ടത്തിലൂടെ സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും അന്ത്യം തകർച്ചയായിരിക്കും. അവർക്കുള്ള കനത്ത മുന്നറിയിപ്പാണ് ഈ ദൂത്. പലരും ആത്മീക ജീവിതം ഒരു മറയാണ്. അതിന്റെ പിൻപിലൂടെ അവിഹിതമായി വലിയ സാമ്പത്തിക നേട്ടം ആഗ്രഹിച്ചിറങ്ങുന്ന പലരും വിശ്വാസി കോളത്തിലുണ്ട്. പക്ഷേ അധികം അവർ ഓടത്തില്ല. ഒരു ബോട്ട് മിറ്റിൽക്കൂണിൽ ഇടിച്ച് തകരുന്നത് പോലെ അവർ തകർന്നിരിക്കും എന്നുള്ളത് തർക്കമില്ല. സ്തോത്രം. എന്താണ് ആഖാൻ, യഹൂദ ഗോത്രത്തിലെ ആഖാൻ എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ വ്യവസ്ഥ വിട്ട് വ്യവസ്ഥയിലൂടെ സഞ്ചരിക്കാതെ, നേരെ കയറാതെ വളഞ്ഞ വഴി തിരഞ്ഞെടുത്തതിനാൽ ശപഥാർപ്പിത വസ്തുക്കളായ വെള്ളിയും പൊന്നും ബാബിലോണിയ മേലങ്കിയുമൊക്കെ ജനത്തെ വലച്ചു കളയുമാറ് ആകാൻ സ്വന്തമാക്കുകയാണ്. സ്തോത്രം. പക്ഷേ ആകാൻ അത് മറച്ചു വെച്ചെങ്കിലും ദൈവം അത് യോശുവയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്.
യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 7-ന്റെ 20, 21 ഒക്കെ വായിക്കുമ്പോൾ വസ്ത്രധാരണത്തിൽ ബാബിലോണിയ മാതൃക ശാപകരമായ മാതൃകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. വസ്ത്രധാരണത്തിൽ ബാബിലോണിന്റെ മാതൃക ശാപകരമായ മാതൃകയാണ്. ബാബിലോണിയ ആരാധനക്കാരന്റെ വസ്ത്രം നീ മോഹിച്ചാൽ, ബാബിലോണിലെ ആകാന്റെ ചരിത്രം വ്യക്തമാക്കുന്ന വെള്ളിയും പൊന്നും നീ എടുത്താൽ, സ്തോത്രം, അത് നിനക്ക് ശാപകരമായിരിക്കും. അതുകൊണ്ട് ശപഥാർപ്പിത വസ്തുവിൽ നിന്ന് നീ ഒഴിഞ്ഞിരിക്കാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ശപഥാർപ്പിത വസ്തുവിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നവരിലാണ് ദൈവശക്തിയുടെ വ്യാപാരം ചലിക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, നിനക്കെടുക്കാം, ദൈവം അനുവദിച്ചതേ എടുക്കാവൂ. എടുക്കാൻ പാടില്ലാത്തത് ഒഴിഞ്ഞിരിക്കാൻ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഒരിക്കൽ നമ്മള് എന്ത് എളുപ്പമാണെന്നറിയാം, ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് പ്രസംഗിക്കുമ്പോൾ നമ്മൾ പന്തലിളക്കി ആരാധിക്കും. പക്ഷേ ആ ആത്മാവിന്റെ ഇരട്ടിപ്പങ്കിലേക്കുള്ള യാത്രയിൽ ദൈവം നിന്നെ പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ഒന്നാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന യെരിഹോ. ഗിൽഗാലിൽ ചെന്ന് മാനസാന്തരപ്പെടുക, ബഥേലിൽ ചെന്ന് വിശുദ്ധീകരണം പ്രാപിക്കുക, യെരിഹോവിൽ വന്ന് നാവിനെ കടിഞ്ഞാണിട്ടുകൊണ്ട് നേരെ കയറി ചെന്നുകൊണ്ട് നേരെ ജീവിതം ജീവിച്ച് ദൈവം തൊടാൻ അനുവദിക്കാത്തതിൽ നിന്ന് ഒക്കെ ഒഴിഞ്ഞിരുന്നാൽ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിപ്പാൻ. പലരുടെയും മുഖത്ത് ചോരമയം ഉണ്ടാകത്തില്ല ഈ ഭാഗം പറയുമ്പോൾ. നമുക്ക് ഈ ഇളക്കുന്ന കാര്യം മാത്രമാണ് ഇഷ്ടം, പക്ഷെ ഇത് പ്രാപിക്കാനുള്ള മാർഗമാണ് ഞാൻ പറയുന്നത്. എന്ന് മാത്രമല്ല, പ്രാപിച്ചത് നിലനിൽക്കണമെങ്കിൽ ഈ മാർഗം നിങ്ങളിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിലനിൽക്കത്തില്ല. സ്തോത്രം. ഇനി അവസാനമായി ഒരു സ്ഥലം കൂടെ ദൈവം ഒരു മെസ്സേജായി പറയും. ഇത് ചെറിയ കാര്യമല്ല, നമുക്കറിയാം. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ 9-10 അധ്യായങ്ങളിൽ ശൗല് ഇസ്രായേലിന്റെ രാജാവായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ശൗലിന്റെ മേൽ ഒരു ആത്മപകർച്ചയൊക്കെ ഉണ്ടായി. ദൈവം ശൗമേല് മടക്കി അയക്കുമ്പോൾ കുറെ അടയാളം പറഞ്ഞു. റാഹേലിന്റെ കല്ലറ, വരുന്ന പ്രവാചക കൂട്ടം, ഇതൊക്കെ ഈ ഒരു വാണിംഗ് ആയിരുന്നു ശൗലിന്. എന്ന് പറഞ്ഞാൽ, നീ റാഹേലിന്റെ കല്ലറ കാണുമ്പോൾ ചില പാഠങ്ങൾ അവിടുന്ന് പഠിക്കാനുണ്ട്. വഴിയിൽ വെച്ച് മരിച്ചു പോയാളാ റാഹേൽ. കുറച്ച് പാഠങ്ങളുണ്ട്. പ്രവാചക കൂട്ടത്തെ കാണുമ്പോൾ മറ്റു ചില പാഠങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് ശൗല് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ താൻ 40 വർഷം കൃപയിൽ നിന്ന് ഭരിച്ചേനെ. മറ്റേത് എന്ത് പറ്റി? 40 വർഷം രാജ്യം ഭരിച്ചു, പക്ഷെ കൃപയിൽ നിന്ന് 2 വർഷവും. അപ്പൊ ഒരു വിഷയം, ഫിസിക്കലി ഞാൻ ഇത്ര വർഷം വിശ്വാസിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൃപയിൽ നിന്ന് എത്ര നാൾ, അത് മാത്രമേ ദൈവത്തിന്റെ പുസ്തകത്തിലുള്ളൂ. സ്തോത്രം. ഫൈനലി 4-ാമത്തെ സ്ഥലം, അത് യോർദാന്റെ തീരമാണ്. ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് ബഥേൽ വഴി യെരിഹോ വഴി ഇപ്പോൾ ഏലിയാവ് എലീശയുടെ കൂടെ യോർദാന്റെ തീരത്തിലേക്ക് വരികയാണ്. സ്തോത്രം. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ശ്രദ്ധിക്കാം. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഏലിയാവോനോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യോർദാനെങ്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. യോർദാൻ ആത്മാവിന്റെ ഇരട്ടി ശക്തി, ഇരട്ടി പങ്കിന് എതിരെ നിൽക്കുന്ന ഒരു മലശക്തിയാണ് യോർദാൻ. യോർദാനെ ബൈബിൾ സ്കോളേഴ്സ് ഒക്കെ ഒരു മലശക്തി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവജനത്തിന്റെ കനാനിലെ വാക്തത്വ നന്മകളെ തടഞ്ഞു നിന്ന് പോരാടുന്ന ഒരു മലശക്തി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ മലശക്തിക്ക്, ഈ യോർദാന്
വർഷങ്ങൾക്ക് പുറകിൽ പുരോഹിതന്മാരുടെ കാലിന്റെ ചവിട്ടേറ്റ് ഈ യോർദാൻ പിന്തിരിഞ്ഞോടിയ ചരിത്രം സങ്കീർത്തനത്തിലും യോശുവയുടെ പുസ്തകത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. യോർദാൻ എത്ര വലിയ മലശക്തിയാണെങ്കിലും പുരോഹിതന്റെ കാല് വെച്ചാൽ അവന് പിന്നെ നിൽക്കാൻ കഴിയത്തില്ല, അവൻ പുറകോട്ടോടും. ഒരു നദി ഇന്ന് വരെ പുറകോട്ടോടിയ ചരിത്രമില്ല, പക്ഷെ യോർദാനെ ദൈവം പുറകോട്ടൊഴുക്കിയെന്നായിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ സമയം നിന്റെ വാക്തത്വ നന്മകൾക്കെതിരെ എന്തെല്ലാം മലശക്തികൾ, യോർദാൻ മലശക്തിയിൽ നിന്നാലും അധികാരമുള്ള നിന്റെ കാൽപാദം വെക്കുമ്പോൾ ഈ മലശക്തികൾ പുറകോട്ടോടാൻ പോവുകയാണ്. സ്തോത്രം. ചിലത് പുറകോട്ടോടും. സ്തോത്രം. നോക്കുക, ഈ മലശക്തിയുടെ മുൻപിൽ തലകുനിച്ചവനല്ല തന്റെ യജമാൻ ഏലിയാവ്. അവൻ പുതപ്പ് മടക്കി ഇതിനെ അടിച്ചു പിരിച്ചവനാണ് ഏലിയാവ്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന അനോയിന്റിംഗ് ബ്ലാങ്കറ്റ്, അല്ലെങ്കിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ പുതപ്പ് കൊണ്ട് ഈ മലശക്തികളെ അടിച്ച് പിരിക്കുവാനുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ദൈവശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ കുറുക്കു വഴികളൊന്നുമില്ല. ആത്മാവിന്റെ ഇരട്ടി പങ്കിന് യാതൊരു കുറുക്കു വഴികളുമില്ല. എത്ര ഉപവാസ പ്രാർത്ഥന വെച്ചാലും, എന്തെല്ലാം ഉണർവ്യോഗം കൂടിയാലും, 1000 ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകാതെ ആത്മാവിന്റെ ഇരട്ടി പങ്കിലേക്ക് കയറാൻ കഴിയില്ല. ആ പ്രോസസ് അത് ഗിൽഗാലാണ്, മാനസാന്തരമാണ്. ആ പ്രോസസ് ബഥേലാണ്, വിശുദ്ധീകരണം പ്രാപിക്കണം. ആ പ്രോസസ് യെരിഹോവാണ്. നാവിനെ കടിഞ്ഞാനിട്ട് നേരെ കയറി ചെന്ന് എടുക്കാൻ പാടില്ലാത്ത എടുക്കാതെ ഒഴിഞ്ഞിരിക്കേണ്ടതിനകത്ത് നിന്ന് ഒഴിഞ്ഞിരുന്ന് ഇതാ സ്തോത്രം യോർദാനിലേക്ക് വരണം. ചില മലശക്തികളെ ആത്മാവിൽ നിങ്ങൾ വെട്ടി രണ്ടാക്കി മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് പ്രാപിപ്പാൻ കഴിയും. ഇന്ന് രാവിലെ സമയം എത്ര പേർ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകുന്നു? എനിക്ക് ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് ആവശ്യമാണ്, ആത്മാവിന്റെ ശക്തി ആവശ്യമാണ്. ഇന്ന് രാവിലെ അത് പ്രാപിക്കുന്ന ആളുകളിൽ അത് നിലനിൽക്കണമെങ്കിൽ ഇത് പാലിക്കണം. പ്രാപിക്കണം. നമുക്കൊരുമിച്ച് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, തലകൾ വണക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക് അത്യാവശ്യമാണ്. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ കർത്താവ് സംസാരിച്ചതിനായി സ്തോത്രം. ഈ സ്ഥലങ്ങൾ ഏലിശയ്ക്ക് മാത്രമല്ല, ഞങ്ങൾ ഓരോരുത്തർക്കുമുള്ള ദൈവിക സന്ദേശമാണെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുക കർത്താവ് ഞങ്ങളെ സഹായിക്കും. എല്ലാ മഹത്വവും ഞങ്ങൾ കർത്താവിനെ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. അത്ഭുതം ചെയ്യണം യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥന യാതനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ മേഘപ്രത്യക്ഷത വരെയൊന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാവിലെ സമയം ചേർന്നിരിക്കുക കർത്താവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും സമാധാനം, വന്ദനം. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. വചനങ്ങൾ എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു.